പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ബുധനാഴ്ച പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം. കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കളെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ആലത്തൂർ സബ് ജയിലിൽ പ്രവേശിപ്പിച്ച് 24 മണിക്കൂർ തികയും മുൻപാണ് ജയിൽ അധികൃതർ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ചെന്താമരയെ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ടത്. കോടതി ഉത്തരവിന് പിന്നാലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റി. സഹ തടവുകാർക്കും ചെന്താമരയുടെ സാന്നിധ്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. കൊലപാതക രീതി പ്രതിയെ കൊണ്ട് പുനരാവിഷ്കരിച്ചുള്ള തെളിവെടുപ്പാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കൊല്ലപ്പെട്ട സുധാകരന്റെ മൂത്ത മകൾ അതുല്യയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് മന്ത്രി വീണ ജോർജിനെ വിളിച്ച് ആവശ്യപ്പെട്ടതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചെന്താമര അറസ്റ്റിലായപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തത് അസംബന്ധമെന്നും കേസ് റദ്ദാക്കാൻ DGPയോട് ആവശ്യപ്പെടുമെന്നും രമേശ് ചെന്നിത്തല. 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഒരു കൊലപാതകി 3 പേരെ ആ വീട്ടിലുള്ളവരെ കൊന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? ഇത്രയെല്ലാം ഉണ്ടായോ അവിടെ? ഇതിൽ കൂടുതൽ സംഭവം ഉണ്ടായനേവല്ലോ. വീണ്ടും അവരുടെ പേര് കേസെടുക്കുക. വീണ്ടും 3 ആളിനെ കൊല്ലാൻ വേണ്ടി പരിപാടി ഇട്ട് നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ സ്വാഭാവികമല്ലേ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ഞാൻ DGPയോട് ആവശ്യപ്പെട്ടു. പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി ഇന്നോ നാളെയോ ജയിലിലെത്തി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതി മൊഴികളിൽ ഉറച്ചു നിൽക്കില്ലെന്ന നിഗമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 24 പാലക്കാട്.